കണ്ണൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ നില ഗുരുതരമെന്ന് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ. ആനയുടെ താടിയലിന് പൊട്ടലുണ്ട്. ആനയെ മയക്കുപിടി വെച്ച് പിടികൂടി ചികിത്സിക്കും. ആന അതിജീവിക്കാൻ സാധ്യത കുറവാണെന്നും ACF വിശദീകരിക്കുന്നു. ഇന്ന് രാവിലെയാണ് കണ്ണൂർ കരിക്കൊട്ടക്കരിയിൽ കാട്ടാന എത്തിയത്. ആനയുടെ താടിയല്ല്, കീഴ്ത്താടിയല്ല് പൂർണ്ണമായും പൊട്ടിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന വളരെ ഗുരുതരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവൈവ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഡോക്ടേഴ്സ് വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്, ആനയെ ഇവിടുന്ന് മയക്കുവെടി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി പറ്റാവുന്ന ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അതെ, ഇതിപ്പോൾ ഉച്ചയായത് കാരണം മയക്കുവെടി വെക്കുന്നതിനുള്ള ചെറിയ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ടൈം നോക്കിയിട്ട് മയക്കുവെടി വെക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നത്. ചികിത്സ വയനാട്ടിലേക്ക് ആയിരിക്കും? അല്ല, അത് മയക്കുവെടി വെച്ചതിന് ശേഷം മാത്രമേ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അത് എവിടെയാണോ ചികിത്സിക്കാൻ പറ്റുന്ന ആ സാഹചര്യം നോക്കിയിട്ട് ചികിത്സ ലഭ്യമാക്കുന്നത്. ഫെലിക്സ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്ന ഫെലിക്സ്, താടിയലിന് സാരമായ പരിക്കുണ്ട് എന്നാണ് അറിയിക്കുന്നത്. ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തുകയാണ്. ഇപ്പോഴും മറ്റ് നടപടികൾ, നീക്കങ്ങൾ എന്താണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന്? പ്രതീക്ഷ 4 മണിയോടുകൂടി കാട്ടാനയെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഈ കാട്ടാനയുടെ താടിയെല്ല് പൊട്ടിയിട്ടുണ്ടെന്ന് ഈ ഡോക്ടർമാരടക്കം നിരീക്ഷണം നടത്തിയ ശേഷം വ്യക്തമാക്കുകയുണ്ടായി. മുറിവ് വ്രണമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആനയുടെ അവസ്ഥ ഗുരുതരമാണ്. അത് ഈ പരിക്ക് ഗുരുതരമാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകുക എന്നതാണ് ഏറ്റവും പ്രാഥമികമായി വനം വകുപ്പ് കാണുന്നത്. പക്ഷേ അപ്പോൾ പോലും ആന കുട്ടിയാനയാണ്, 3 വയസ്സ് മാത്രമാണ് പ്രായം. ആന അതിജീവിക്കുക പ്രയാസമാണ് എന്നും ACF നേരത്തെ വ്യക്തമാക്കുകയുണ്ടായി. വയനാട്ടിൽ നിന്നും RRT സംഘമുണ്ട്, ഒപ്പം തന്നെ കണ്ണൂരിലെ RRT സംഘമുണ്ട്. ഈ വയനാട്ടിലെ RRT സംഘം ഇവിടെ അല്പസമയത്തിനകം എത്തും. അവരുടെ കൂടി സഹായത്താലായിരിക്കും ഈ പറയുന്ന ദൗത്യം, അതായത് മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോൾ വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന ജനവാസ മേഖലയിൽ തന്നെയാണ്. ഒരു മണ്ണിട്ട ഒരു റോഡാണ്, അതായത് വീടുകളോടൊക്കെ ചേർന്ന സ്ഥലമാണ് കരിക്കോട്ടുകരയിലെ കൂമൻ തോട് എന്ന സ്ഥലം. അപ്പോൾ അവിടെ രാവിലെ തൊട്ടാണ് ഈ ആനയെ കണ്ടു തുടങ്ങിയത്. ഇപ്പോഴും ഇവിടെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരിക്ക് ഗുരുതരമാണ്. അപ്പോൾ അവശതയിലാണ്, വായിലാണ് പരിക്ക്. ഈ താടിയല്ല്, കീഴ്ത്താടിയല്ല് പൊട്ടി എന്നതാണ് വനം വകുപ്പിൻ്റെ ഡോക്ടർ ഇവിടെ എത്തി പരിശോധന നടത്തി വ്യക്തമാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ആന തീറ്റ എടുക്കുന്നില്ല എന്നതാണ്. അപ്പോൾ തീറ്റ എടുക്കാത്തത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആന വളരെ ക്ഷീണിതനായി മാറിയിട്ടുണ്ട്. ഏതായാലും 4 മണിയോടുകൂടി ദൗത്യം ആരംഭിക്കും. ശരി, ഫെലിക്സ് ആണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.